CPM സംസ്ഥാന സെക്രട്ടറി ഈ വിലാപയാത്രയുടെ മുന്നിലുണ്ട്. പക്ഷേ അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും വലിയ ജനാവലിയാണ്, ജനസാഗരമാണ് DS-നെ അവസാനം നോക്ക് കാണാനും ഒപ്പം തന്നെ അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും എത്തുന്നത്. അല്പസമയത്തിനകം ആറ്റിങ്ങൽ ടൗണിലേക്ക് വിലാപയാത്ര പ്രവേശിക്കും. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്ര ആളുകളാണ്. നേരത്തെ നിഷാദൊക്കെ പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളിൽ ഈ വിഷ്വലുകൾ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്തി നിൽക്കേണ്ട കാര്യമില്ല. ആറ്റിങ്ങൽ ടൗണിലൂടെ അല്പസമയം മുമ്പാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ ആറ്റിങ്ങൽ ടൗണിൽ ആ ഘട്ടത്തിലൊന്നും ഇത്രയും വലിയ ഒരു ജനാവലി കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ വിലാപയാത്ര അങ്ങോട്ട് എത്തുന്ന ഘട്ടത്തിൽ വലിയൊരു പുരുഷാരമായി, വലിയൊരു ജനാവലിയായി അത് മാറുകയായിരുന്നു. പുരുഷാരം എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം സ്ത്രീകളും കുട്ടികളും വൃദ്ധ ജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം ചേർന്ന ഒരു വലിയ ജനാവലിയാണ് DS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് കടക്കുന്ന ഓരോ ഘട്ടത്തിലും ഇക്കാര്യത്തിൽ ആളുകളുടെ എണ്ണത്തിൽ കൂടുതൽ ആളുകളായതൊരു വലിയ ജനസഞ്ചയമായത് മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഈ സമയക്രമമൊക്കെ നേരത്തെ തന്നെ തെറ്റിയതാണ്. അത് തുടക്കം മുതൽ തന്നെ അത് പൂർണ്ണമായും താളം തെറ്റിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ DS-ന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുമ്പോൾ അവരെ പൂർണ്ണമായും അത് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എല്ലാവർക്കും പക്ഷെ DS-ന്റെ ഈ KSRTC ബസ്സിൽ സജ്ജീകരിച്ചിട്ടുള്ള ആ DS കിടക്കുന്ന ആ രൂപം ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവർക്ക് അതിനരികിലൂടെയൊക്കെ നടന്ന് DS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക, ഒരു മുദ്രാവാക്യം വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് തൊഴുക എന്നുള്ള അത്തരം കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അതവരുടെ ആവശ്യമാണ്. DS എന്ന ഒരു രണ്ടക്ഷരങ്ങളിൽ കേരളത്തെ നയിച്ച ഒരാൾ, കേരളത്തിന്റെ വിപ്ലവ സൂര്യനായി മാറിയ ഒരാൾ, അയാൾക്ക് കേരളം നൽകുന്ന ആദരവാണത്. അതിനെ തടയാൻ ഒരു നിയന്ത്രണങ്ങൾക്കും കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊല്ലം ജില്ലയുടെ അതിർത്തിയിലേക്ക് കടക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ആ കൊല്ലം ജില്ലയുടെ അതിർത്തിയിലേക്ക് കിടക്കും. കൊല്ലം ജില്ല എത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് ഷെഡ്യൂൾ ചെയ്ത പോലെയുള്ള സമയക്രമമല്ല. അതിൽ തിരുവനന്തപുരത്ത് ഓരോരോ അടുത്തടുത്ത പോയിന്റുകളിൽ DS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം CPM തന്നെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ, പക്ഷേ കൊല്ലം ജില്ലയിൽ അത് 8 ഇടങ്ങളിലായി ഒരുമിച്ചുള്ള അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ് CPM തന്നെ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ നേരത്തെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ കണ്ടതുപോലെ അതിനിടയിലുള്ള ഭാഗങ്ങളിലൊക്കെ DS-നെ സ്നേഹിക്കുന്നവർ, DS എന്തൊക്കെയോ നൽകിയവർ എന്ന് തന്നെ പറയേണ്ടി വരും. DS ഒരു നൂറ്റാണ്ട് ജീവിച്ച ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായി DS അവരുടെ പ്രിയപ്പെട്ട ആളായി മാറിയത് DS ഈ നാടിന് നൽകിയ സേവനങ്ങളുടെ പേരിലാണ്, ഓരോരുത്തർക്കും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ പേരിലാണ്. അതിന് പ്രത്യഭിവാദ്യം അർപ്പിക്കുകയാണ് നിലവിൽ ഈ കേരള ജനത പൂർണ്ണമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM കണക്കുകൂട്ടിയതിനും അപ്പുറം ഉള്ള ആളുകളാണ് നിലവിൽ ഓരോ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ കേന്ദ്രങ്ങൾക്ക് ഇടയിലുള്ള ഭാഗങ്ങളുണ്ട്. അതിന് ഇരുവശവുമായി ഒരു ജനമതിലായി മാറുകയാണ് DS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ജനങ്ങളുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് വഴിയോരങ്ങളിലൊക്കെ കണ്ടത് അതാണ്. 2 ഭാഗങ്ങളിലും ഒരു 2 മതിലായി മാറി. അതിനിടയിൽ ഒരു DS എന്നുള്ള 2 അക്ഷരം, അദ്ദേഹത്തിന്റെ വിലാപയാത്ര അതിങ്ങനെ കടന്നു വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. കൊല്ലത്തേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി വലിയ ജനസഞ്ചയമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്തെ പല സ്ഥലങ്ങളിലേക്കും വിലാപയാത്ര കടന്നു വരുമ്പോൾ അതാവും കാഴ്ച എന്നുള്ളത് ഒരു സംശയവുമില്ല. നേരത്തെ തന്നെ എത്ര പാതിരാത്രിയായാലും നേരം പുലർന്നാലും DS-നെ കണ്ടേ മടങ്ങൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ആളുകളാണ് നിലവിൽ ഓരോ ഭാഗങ്ങളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്കുള്ള DS-ന്റെ വിലാപയാത്ര എപ്പോൾ എത്തിച്ചേരും എന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ ഒരു കാരണവശാലും കഴിയില്ല. കാരണം ഒരുപക്ഷെ അത് പുലർച്ചെയായിരിക്കാം, അതിനപ്പുറം സമയമെടുത്തായിരിക്കാം അവിടെ എത്തുന്നത്. വലിയ ചുടുകാടിലേക്ക് ഒക്കെ എത്തുന്ന സമയം
നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. കാരണം എത്ര വൈകിയായാലും വേലിക്കകത്ത് വീട്ടിലേക്ക്, പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് മൃതശരീരം എത്തിച്ചാൽ അതിനുശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയും ഒരു വലിയ ജനസഞ്ചയം ഉണ്ടാകും. കാരണം ഇത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുള്ള ആളുകൾ മാത്രമാണ്. തിരുവനന്തപുരം, കൊല്ലം മാത്രം എടുത്താൽ ആ 2 ജില്ലകളിൽ ഉള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ VS അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആലപ്പുഴയിൽ എത്തുമ്പോൾ അതായിരിക്കില്ല സംഗതി എന്ന് പറയുന്നത്. അത് കാസർഗോഡിന്റെ അങ്ങേയറ്റം മുതൽ ഉള്ള ആളുകൾ VS അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇന്നലെ തന്നെ ട്രെയിൻ ടിക്കറ്റും ബസ് ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് ഹോട്ടലുകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ആളുകൾ. അവരൊക്കെ ഇങ്ങോട്ട് എത്തും. ഇനി നടന്നു വരുന്നവരുണ്ട്. അങ്ങനെ VS കടപ്പാടുള്ള ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. ആ ജനവിഭാഗം ഒരു വലിയ സമുദ്രമായി തന്നെ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊക്കെ വാഹനവുമായി VS വിലാപയാത്രയ്ക്ക് മുന്നേ വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ആ വാഹനം തടസ്സപ്പെടുന്ന നിലയിൽ തന്നെയാണ് ജനാവലി ഒഴുകിയെത്തുന്നത്. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ ധാരണയുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും നമ്മുടെയോ ആരുടെയോ നിയന്ത്രണത്തിൽ നിൽക്കാൻ പോകുന്ന നിലയിലായിരിക്കില്ല VS അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോകുന്നവരുടെ ഒരു വലിയ സാഗരമായി, ജനസാക്ഷ്യമായി അത് മാറാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കും ഇപ്പോൾ അതിന് അപ്പുറം വലിയ തരത്തിലാണ് ആ ജനസഞ്ചയം ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഓരോ ഘട്ടം പിന്നിടുമ്പോഴും വിലാപയാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS കേരളം എന്താണ് VS എന്ന സാക്ഷ്യപ്പെടുത്തുന്ന, നേരത്തെ VS നാട് നൽകിയ അംഗീകാരം എന്താണോ, VS അതിനപ്പുറം എന്തൊക്കെയോ ഈ നാടിന് നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നു വരുന്ന വഴികളിൽ ആളുകൾ ഇങ്ങനെ ഒരു ജനസാഗരമായി ഒഴുകിയെത്തുന്നത്. നമ്മൾ